അപ്പം നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. പൈനാപ്പിൾ നമുക്ക് ആദ്യം ഈ പൈനാപ്പിളിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പൈനാപ്പിളിൻ്റെ ഈ നെട്ടങ്ങ് മാറ്റണം. ആദ്യമായിട്ട് നമുക്ക് ഈ പൈനാപ്പിളിനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇന്ന് ഈ ജ്യൂസറിലാണ് നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ഇതങ്ങ് പോകണമെന്നൊന്നുമില്ല. അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ സെപ്പറേറ്റായി വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ കംപ്ലീറ്റ് അങ്ങ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജ്യൂസറിലായതുകൊണ്ട് വേസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി ജ്യൂസ് അടിക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ടോപ്പ് കവർ ചെയ്തിട്ട് എൻ്റെ ഇവിടെ ഒരു ബക്കറുണ്ട്, അതിടണം. നമ്മളിവിടെ ചരുവം വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ജ്യൂസറിൽ ഇങ്ങനെ ഒരു കവർ അകത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വേസ്റ്റ് വരുന്നതിനെ എടുത്ത് കളയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസറിൽ അടിച്ചു കഴിഞ്ഞു. ഇനി അതിനെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കതിനെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്ത് ആവശ്യമുള്ളവർക്ക് കുറച്ച് മധുരം ഇടാം. അപ്പോൾ എല്ലാവരും ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും മധുരം ആവശ്യം കാണത്തില്ല. അപ്പോൾ ഞാനിതിലെന്തായാലും ശകലം മധുരം ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനെ ഗ്ലാസ്സിലേക്ക് പകരാം. അപ്പോൾ ഇതിലിനി ഒരു ശകലം കസ്കസ് ഇട്ട് കൊടുക്കാം. കാണാനൊരു നമുക്കൊരു ലുക്കും കിട്ടും. അത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള നമ്മൾ വേസ്റ്റ് അങ്ങ് മാറ്റുകയാണ്. വേസ്റ്റ് മുഴുവൻ ഇതിനകത്ത് ഇങ്ങനെ അങ്ങ് വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.